ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ കർത്താവിൻ്റെ മഹനീയ പ്രവർത്തികൾ വർണ്ണിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഇന്ന് അബുദാബി നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു സഹോദരിയുടെ ജീവിത സാക്ഷ്യം നാം ശ്രവിക്കുമ്പോൾ ആ ദൈവിക അഭിഷേകം നമ്മിലും നിറയപ്പെടാനായി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
സങ്കീർത്തനങ്ങൾ 46 അധ്യായം ഇപ്രകാരം പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ അഭയമാകുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എൻ്റെ പേര് മറിയാമ്മ. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു വലിയ അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോവിഡ് ആദ്യമായി ലോകത്തിൽ വന്നപ്പോൾ എല്ലാവരും വളരെയേറെ ഭീതിയിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരുമായിരുന്നു. മരണത്തെപ്പറ്റിയുള്ള ഭയവും എല്ലാവരിലും ഉണ്ടായിരുന്നു. അബുദാബിയിൽ ആദ്യമായിട്ട് കോവിഡ് വന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നുപോയി. അന്ന് എനിക്ക് കോവിഡ് ബാധിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാനായിരുന്നു ആദ്യത്തെ കോവിഡ് ബാധിച്ച വ്യക്തി. ഒരു പെസഹ വ്യാഴാഴ്ച ദിവസം ഞാൻ പെസഹാപ്പം ഉണ്ടാക്കി എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അയലത്തുകാർക്കും എല്ലാവർക്കും കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഞാനൊരു സ്വാബ് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അത് പോസിറ്റീവായി. ഈ സാഹചര്യത്തിൽ ഞാനുമായിട്ട് പെസഹാപ്പം പങ്കിട്ട അനേക പേര് കോവിഡ് കോണ്ടാക്ട് ലിസ്റ്റിൽ ആകപ്പെട്ടു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 10 മുതൽ 12 വരെ ആൾക്കാരോളം ഈ ഒരു ലിസ്റ്റിലായിരുന്നു. അവരെല്ലാം വളരെ ഭയത്തിലായി. കാരണം ക്വാറന്റൈനിൽ പോകണം, രോഗം എന്തായി തീരുമെന്ന് അറിയില്ല. കോവിഡിനെ പറ്റിയുള്ള റൂളുകളും പ്രോട്ടോക്കോളുകളും ഒന്നും സ്ഥിരമല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരെല്ലാവരും ഭയത്തിലായി. അതുപോലെ തന്നെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ 2 ചെറിയ മക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അയൽക്കാർ, അവരെല്ലാം വളരെ ഭയത്തിലായി. കാരണം എന്ത് സംഭവിക്കും, അതിൽ പ്രായമുള്ളവരുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നവരുണ്ടായിരുന്നു, അവരെല്ലാം വളരെ ഭയത്തിലായിരുന്നു. ഞാൻ ആ സമയത്ത് കർത്താവിൽ കൂടുതൽ ആശ്രയിച്ചു. പ്രത്യേകമായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്രയും പേര് കോവിഡ് കോണ്ടാക്റ്റിൽ വന്ന് ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതെനിക്ക് ഭയമുണ്ടാക്കി. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യേണ്ട വരികയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യുകയോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയും വളരെയേറെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ കർത്താവിൽ കൂടുതൽ ആശ്രയിച്ചു. ആ സമയത്ത് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അയൽവക്കത്തുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, അക്രൈസ്തവയായൊരു സ്ത്രീ കോവിഡ് ഞാനുമായി കോണ്ടാക്റ്റിൽ വന്നുള്ള രീതിയിൽ അവർ സ്വാബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴേ അവരെ എമർജൻസി റൂമിൽ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് കോവിഡ് ഉണ്ട് എന്നുള്ള രീതി സ്ഥിരീകരിച്ച് അവരെ ICUലാക്കുകയും ചെയ്തു. അതെല്ലാം എന്നെ വളരെയേറെ വിഷമിപ്പിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു. ഞാൻ അവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചു. ദൈവമേ, പ്രായമുള്ള സ്ത്രീ ബന്ധുക്കളെയും എല്ലാവരെയും വിട്ട് അന്യനാട്ടിൽ വന്ന് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ ഞാൻ മൂലം കാരണമായല്ലോ എന്നുള്ളത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മക്കൾ, അവർക്ക് കോവിഡ് വരുമോ, കാരണം അത്രയും ദിവസം എൻ്റോടൊപ്പം ആയിരുന്ന അവർക്ക് കോവിഡ് വരുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ടായി. ഞാൻ ഒരുപാട് നിരാശയിലേക്കും ഭയത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. എന്നാൽ ഞാൻ ഓരോരുത്തരുടെയും പേരുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് ഞാൻ കരുണയ്ക്കായി അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ എല്ലാം എൻ്റെ അയൽക്കാരുടെയും എൻ്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വന്നു. അതുകൂടാതെ ചില ദിവസങ്ങളിൽ കോവിഡ് മൂലം എനിക്ക് വളരെയേറെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ശ്വാസമുട്ടലുണ്ടായി. എനിക്ക് കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ചാരിയിരുന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എനിക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ശ്വാസമുട്ടൽ കൂടി വരുന്ന പോലെ തോന്നി. ഞാൻ അന്നേരം എന്ത് ചെയ്യും, ഞാൻ ആംബുലൻസ് വിളിച്ച് പോകാം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. എന്നാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് 91 സങ്കീർത്തനം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പ്രചോദനം ഉണ്ടായി. ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ട് മാറുകയും ഞാൻ നേരെ കിടന്ന് ഉറങ്ങാനും ഇടയായി. പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരുടെയും റിസൾട്ട് വന്നില്ല. ഞാൻ അവരുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം അവരിൽ ആരെങ്കിലും പോസിറ്റീവായിട്ട് വരികയായിരുന്നെങ്കിൽ അത് എന്നെ ഒറ്റപ്പെടുത്തും, ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെന്നെ ഒരുപാട് വിഷമിപ്പിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ആരുടെയും റിപ്പോർട്ടുകൾ വന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ടെക്നിക്കൽ എററാണ്, റിപ്പോർട്ടുകൾ ഇനി വരില്ല
അത് തന്നെയല്ല, എല്ലാവരോടും ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചു. അതുമാത്രമല്ല, ഞാൻ ഭയപ്പെട്ടിരുന്നത് പോലെ എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ കുഞ്ഞുങ്ങളുടെയോ ആർക്കും റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വന്നില്ല. എല്ലാവരും നെഗറ്റീവായി. കർത്താവ് എല്ലാവരെയും സംരക്ഷിച്ചു. കർത്താവിൽ ഞാൻ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് എന്നെ കരുതി. ഞാൻ ഈ വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം സംസാരത്തിലൂടെ ഇത് പകരുന്നതായതുകൊണ്ട് ആരും സംസാരിക്കാനില്ല, കുടുംബത്തിലുള്ളവരും സംസാരിക്കുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കർത്താവിനോടാണ് കൂടുതൽ സംസാരിച്ചത്. ഇത്രയും നാൾ ഞാൻ അന്വേഷിക്കാതെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിയിരുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി കർത്താവിലേക്ക് കൂടുതൽ ആഴപ്പെട്ട്, കർത്താവ് എന്ന രക്ഷകനിലേക്ക് കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. സങ്കീർത്തനങ്ങൾ 119:71 ഇപ്രകാരം പറയുന്നു: ദുരിതങ്ങൾ വന്നത് എനിക്ക് ഉപകാരമായി, എന്തുകൊണ്ടെന്നാൽ ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോട്ടെ, ദുരിതങ്ങൾ വന്നോട്ടെ, നാം കൂടുതലായിട്ട് കർത്താവിനെ ആശ്രയിക്കുകയും അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ കരുതും. നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുകയും മാത്രം ചെയ്താൽ മതി. കർത്താവിന് ആവശ്യം പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൃദയം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാനന്ന് കടന്നുപോയെങ്കിലും എന്നെ അതിൽ നിന്നെല്ലാം, അപമാനത്തിൽ നിന്നും, വലിയ ഒരു പ്രശ്നങ്ങളിൽ നിന്നും, എൻ്റെ ജോലി സാഹചര്യത്തിലും വലിയൊരു പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം കർത്താവ് വളരെയേറെ കരുതി സംരക്ഷിച്ചു. റിപ്പോർട്ടുകൾ വരെ ടെക്നിക്കൽ എററായി സംഭവിച്ചുകൊണ്ട് അത് എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ കർത്താവ് എന്നെ കാത്തു പരിപാലിച്ചു. ഈ നിമിഷം വരെ കർത്താവിൻ്റെ അനുഭവത്തിലൂടെയും കരുതലിലൂടെയും ഞാൻ കടന്നു പോകുന്നു. ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, പൂർണ്ണമായി നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നമുക്ക് മതിയായവനാണ്, അവിടുന്ന് നമുക്ക് തുണയുണ്ട്. അവിടുത്തെ പാദത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. അവിടുന്ന് നമ്മെ തക്ക സമയത്ത് എടുത്ത് ഉപയോഗിച്ചുകൊള്ളും. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം ഈ നഴ്സിൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകൾക്കായി നമുക്ക് അവിടത്തോട് നന്ദി പറയാം. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനായി ഉമ്മൽക്കുവയിൽ നിന്നുള്ള മറ്റൊരു നഴ്സിൻ്റെ സാക്ഷ്യം കൂടി നമുക്കിപ്പോൾ പ്രാർത്ഥനയോടെ ശ്രവിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എൻ്റെ പേര് ബിബിത. ഞാനൊരു നേഴ്സാണ്. ഉമ്മൽക്കോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചൊരു അനുഭവസാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഈ അനുഭവസാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 116:12 യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. 2020 ജാനുവരിയിലാണ് എൻ്റെ ഫസ്റ്റ് ബേബി സേറാ മറിയ ഉണ്ടായത്. ഞങ്ങൾ വളരെ ഹാപ്പിയായിരുന്നു. 3.5 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞാണ് സേറാ മറിയം. ഇത് കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവിന് വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ചെറിയ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായി. സങ്കടവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് നടന്ന്, ആരോടും പ്രതികരിക്കേണ്ട, ഇതെല്ലാം മനസ്സിൽ വെക്കുന്നതാണ് നല്ലതെന്ന് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ തനിയാണ് എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വന്നത്. കൊറോണ സിറ്റുവേഷൻ കാരണം എൻ്റെ കുഞ്ഞിനും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കൂടെ തിരിച്ചു വരാൻ സാധിച്ചില്ല. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നിരുന്നാലും ജപമാലയിൽ എനിക്ക് ഒത്തിരി വിശ്വാസമാണ്. ഒരിക്കൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത്, തനിയായിരുന്നു ആ സമയത്ത്, എൻ്റെ ഫാമിലി വന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ കൊളീക്കിനെ പറ്റിയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അവർ 1.5 മാസം മുമ്പ് മരണപ്പെടുകയുണ്ടായി. ആ ചിന്ത മനസ്സിൽ വന്ന സമയത്ത് തന്നെ എനിക്കൊരു വലിയ മരണഭയമുണ്ടായി. പഴയ കണ്ട ടെസ്റ്റിമണിയെക്കുറിച്ചൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി നിമിഷങ്ങളിൽ തന്നെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പെട്ടെന്ന് ഞാൻ റൂമിന് വെളിയിലേക്ക് പോയി. എൻ്റെ ഫ്ലാറ്റിനോട് എനിക്കൊരു ഭയമായി. ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരണ്ടെന്നൊരു ചിന്ത എനിക്ക് മനസ്സിലുണ്ടായി. പക്ഷേ വെളിയിൽ വേറെ ഒരിടത്തോട്ടും പോകാൻ വഴിയില്ല. ഞങ്ങൾ എൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. ആ നിമിഷം മുതൽ മാസങ്ങളോളമാണ് ഞാൻ കഷ്ടപ്പെട്ടത്. എല്ലാത്തിനും ഒരു ഭയമായിരുന്നു. ഫുഡ് കഴിക്കാൻ ഭയം, ഉറങ്ങാൻ ഭയം, ഉറങ്ങുമ്പം എനിക്ക് എന്തോ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നൽ, പകലും രാത്രിയിലും ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് നീണ്ടുപോയി. ഈ ഫുഡ് കഴിക്കാൻ
സാധിക്കാത്തത് കൊണ്ട് എൻ്റെ ശരിക്കും എൻ്റെ വെയിറ്റ് കുറയുകയും ഞാൻ ഒത്തിരി ബലഹീനയായിട്ട് തോന്നി. എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. പക്ഷേ എന്നിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഡ്യൂട്ടിയിൽ ഒരു സിക്ക് ലീവ് പോലും എടുക്കാതെ എൻ്റെ ദൈവം എന്നെ വഴി നടത്തി. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞെങ്കിലും അതൊക്കെ നിൻ്റെ തോന്നലാണ്, ദൈവം നിന്നെ നടത്തും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒത്തിരി പ്രാവശ്യം ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാമെന്നൊരു ചിന്ത എനിക്ക് മനസ്സിലുണ്ടായി. പക്ഷേ എൻ്റെ പേരൻസ് പറഞ്ഞു, വേണ്ട, നീ ജോലി ചെയ്യണം, അങ്ങനെ ജോലി റിസൈൻ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അവസ്ഥ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടൊരു ഉറപ്പായിരുന്നു. എൻ്റെ ജീവിതം തന്നെ മടുത്തതായിട്ട് എനിക്ക് തോന്നി. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ഡ്യൂട്ടിയിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തതെന്നൊരു വളരെ ആ ചിന്ത എന്നെ മനസ്സിൽ ഒത്തിരി തളർത്തി. ഇനി എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഓർത്തും. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും തിരിച്ചു വന്നു. എൻ്റെ കുഞ്ഞും ഹസ്ബൻഡും വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, എന്നെ സ്നേഹിച്ചു. സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹവും എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹവും സപ്പോർട്ടുമാണ് ആ നിമിഷങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ വചനം ഒരു ശ്വാസം പോലെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ സിവിയർ ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് തോന്നി. എനിക്ക് 3.5 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞിനെ എന്തുകൊണ്ടാണ് എനിക്ക് വാത്സല്യം കൊടുക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച്, ദൈവമേ എൻ്റെ കുഞ്ഞിനെ നീ സ്നേഹിച്ചു കൊള്ളണേ, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ആകുലപ്പെട്ടു. ഈ സമയത്തൊക്കെ സിവിയർ ആങ്സൈറ്റിയും ഡിപ്രഷൻ വന്ന സമയത്തൊക്കെ റോമർ 15:13 വചനമാണ് എന്നെ ബലപ്പെടുത്തിയത്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സമാധാനവും സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നുള്ള വചനം എന്നെ ബലപ്പെടുത്തി. ഇവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ റൂമിൽ പോയി കതക് അടച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമേ, എനിക്ക് സൗഖ്യം തരണമേ. കുരുടന് കാഴ്ച കൊടുത്ത ദൈവമേ, എനിക്ക് സൗഖ്യം തരണമേ. ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എൻ്റെ പേരൻസും എൻ്റെ ഫാമിലിയും എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ ഉപവാസവും പ്രാർത്ഥനയുമാണ് എന്നെ ആ നിമിഷങ്ങളിൽ ബലപ്പെടുത്തിയത്. ജപമാല, ഈ സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ഈ സമയങ്ങളിൽ എനിക്ക് സിവിയറായിട്ടുള്ള ഹെഡേക്കും നോസിയയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ സമയങ്ങളിലൊക്കെ എന്നെ ദൈവം ബലപ്പെടുത്തി ജപമാല ചൊല്ലാനൊരു കൃപ തന്നു. ബൈബിൾ വായിക്കുവാനും വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാനും ഓരോ അവസരങ്ങളിലും ഓരോ നിമിഷങ്ങളും ദൈവവചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എനിക്ക് ശക്തി തരും, എനിക്ക് സുഖം തരും, എന്നെ ദൈവം സൗഖ്യപ്പെടുത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും എനിക്ക് ആ സമയത്ത് എന്നെ ബലപ്പെടുത്തി. യേശുവിൻ്റെ തിരു രക്തത്താൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ദേഷ്യവും വെറുപ്പും എല്ലാം ഒഴിവാക്കി എളിമപ്പെടുവാനായിട്ട് ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. ദേഷ്യവും പകയും വെറുപ്പും എല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി എല്ലാവരെയും സ്നേഹിക്കാൻ ദൈവമേ എനിക്കൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവവചനത്തിലൂടെ എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ ദൈവം തന്നു. സങ്കീർത്തനം 57:2 വചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഹല്ലേലൂയ. ഈ സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹവും സപ്പോർട്ടും, എൻ്റെ പേരൻസിൻ്റെ പ്രെയറും, എൻ്റെ കൊളീഗിൻ്റെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നെ ഒത്തിരി വഴി നടത്തി, ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു ആ നിമിഷങ്ങളിലൊക്കെ. ഇതൊക്കെ കൂടാതെ എൻ്റെ സർവശക്തനായ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരെയില്ല. കാരണം ഈ സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും ദൈവവചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി നേടിയെടുക്കുവാനും എനിക്ക് ആ സമയത്ത് സാധിച്ചു. എബ്രായർ 4:12 ദൈവവചനം പറയുന്നു, ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു. ഈ വചനം എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി ആ സന്ദർഭങ്ങളിൽ. പലരും എന്നെ അഡ്വൈസ് ചെയ്തു ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാനായിട്ട്, പ്രത്യേകിച്ച് ഫാമിലിയിലുള്ളവർ. പക്ഷേ എനിക്കൊരു പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ദൈവവചനം എന്നെ സൗഖ്യമാക്കും, യേശു എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് എനിക്ക് പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഈശോയോട് മതിയാകില്ല. കാരണം ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ തന്നു. അത് മാത്രമായിരുന്നു എനിക്ക് ആകെയുള്ളൊരു ബലം, പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ.
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും മാതാവിനോട് മധ്യസ്ഥയാച്ച് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ച ആ സമയങ്ങളിൽ ദൈവവചനം എഴുതുവാനും അത് റിപ്പീറ്റ് ചെയ്ത് പറയുവാനും എനിക്ക് സാധിച്ചു. ആ സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് വിടുതൽ കിട്ടുന്നതായിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ വിശ്വാസത്തോടെ ദൈവവചനം എഴുതി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഉറക്കം വരുന്നിടം വരെ ഞാൻ ഈ ദൈവവചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിലൂടെ മാത്രമാണ് എനിക്കൊരു വിടുതൽ കിട്ടിയത്. ഒരു മരുന്നോ ഒരു ലേപനമോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. 7-8 മാസങ്ങളോളം ഞാൻ വലിയ ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയത്. ഡിപ്രഷൻ കൂടാതെ ആങ്സൈറ്റി, ഫിയർ, മറ്റു പല മാനസികമായ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ശക്തനായ എൻ്റെ ദൈവത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം എന്നെ ആ കുഴിയിൽ നിന്ന് പിടിച്ചുയർത്തി. എൻ്റെ കർത്താവിനെ എത്ര മഹത്വപ്പെടുത്തിയാലും എനിക്ക് മതിയാകത്തില്ല. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെയും കൂടെ തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ്റെ പേര് ലൂക്ക് വർഗീസ് എന്നാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥയിലൂടെയോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ഈശോ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, വീണുപോകാതെ താങ്ങി നിർത്തും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം കേട്ട ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉണർവും പ്രത്യാശയും നൽകുന്നതിനെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ ഈശോ വിശുദ്ധയോട് പറയുന്നു, ഒരു കുഞ്ഞിൻ്റെ ആത്മീയതയാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന്. ഈശോയോടുള്ള നിഷ്കളങ്ക സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ ക്രിസ്തുവിൻ്റെ പരിമളമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.